നമസ്കാരം. അപ്പോൾ നമ്മുടെ ബരുവിൻ്റെ കല്യാണത്തിന് ഇനി ആകെ 2 ദിവസം കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു ഫുൾ ബിസി ആയിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫാണ്. കാരണം ഇന്നാണ് ഞാൻ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇന്നലെ നൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ തിരക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് കാണിച്ചു തരാം. ഇതിനൊരു പ്രത്യേകതയുണ്ട്. എനിക്ക് ഏട്ടു തായ്ലൻഡിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ ഓഫീസിലൊരു കൊളീഗിൻ്റെ മദർ സയൻറ്റിസ്റ്റ് ആണ്. അപ്പോൾ അവർ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ അവരെ യൂസ് ചെയ്തിട്ട് ഏട്ടന് നല്ലൊരു റിസൾട്ട് തോന്നി. അപ്പോൾ അങ്ങനെ എനിക്ക് ഏട്ട് കൊണ്ടുവന്നതാണ്. സാധാരണ എനിക്ക് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒന്നും വാങ്ങിച്ചു തരാറില്ല, അതൊക്കെ കെമിക്കലാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് എനിക്കിപ്പോൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ആക്ച്വലി ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ എന്തായാലും ഒരു ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നല്ല റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഇത് വാങ്ങിക്കാനുള്ള ഒരു അവസരവും ഞാൻ ഉണ്ടാക്കാം കേട്ടോ. വെച്ചിട്ട് തന്നെ ഞാൻ തൂക്കിൽ പാസിഫയറും കൊടുത്തിട്ട് കിടത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഫേഷ്യൽ ചെയ്യാൻ പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ റെഡി ആവട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ ഞാൻ സ്ഥിരം വരാറുള്ളതാണ്. അപ്പോൾ ചേച്ചി വേറെ റൂമൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് മാറിയിരിക്കുകയാണ്. ആക്ച്വലി വീടിൻ്റെ അടുത്തായിരുന്നു ചേച്ചി ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് ദൂരമായി. അതെ, അപ്പോൾ വന്നിട്ട് സെറ്റ് ആവുന്നേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞേ ഉള്ളൂ. പക്ഷേ ഞാൻ ചേച്ചിയുടെ അടുത്ത് മാത്രമാണ് ചെയ്യാറ്. ത്രെഡിങ് ആണെങ്കിലും ഫേഷ്യൽ ആണെങ്കിലും ഒക്കെ ചേച്ചിയുടെ അടുത്ത് വന്നിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ചേച്ചിയുടെ അടുത്ത് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ വേഗം വേഗം കാര്യങ്ങളൊക്കെ തീർക്കണം. കാരണം നിച്ചൂട്ടന് അവിടെ കുറേയൊക്കെ കൊടുത്തിട്ട് ഞാൻ ഉറക്കാൻ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഫേഷ്യലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. ഏട്ടു ജസ്റ്റ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫേഷ്യൽ എന്തായാലും തുടങ്ങാം. ഇതാ നമ്മുടെ ചേച്ചി നിൽക്കുന്നുണ്ട് ഇവിടെ. ചേച്ചിയുടെ പേര് സുനിത എന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഫേഷ്യൽ തുടങ്ങാം. ചേച്ചിയാണ് കാലിയുണ്ട്. ആ, ഇതിപ്പോൾ പുതിയ ബിൽഡിംഗ് അല്ലേ? മോളിൽ പുതിയ ബിൽഡിംഗ് അല്ലേ? എടുത്ത് കഴിഞ്ഞു. അപ്പം അങ്ങനെ നമ്മുടെ ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞു. ചെറിയൊരു ഡിഫറൻസ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം എന്തായാലും നമുക്ക് ആ ഫുൾ ഡിഫറൻസ് അറിയില്ല. ഒരു ദിവസം കഴിഞ്ഞാലാണ് നമ്മൾ ഫേഷ്യൽ ചെയ്തതിൻ്റെ കറക്റ്റ് ഇത് അറിയാം. നമ്മൾ ഗോൾഡൻ അല്ലേ ചെയ്ത് ചേച്ചി? ആ, ഗോൾഡൻ ഫേഷ്യലാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് ചോറും അതുപോലെ തന്നെ മുളക് വറുത്ത പുളിയും പിന്നെ ബീഫ് റോസ്റ്റും ആണ് കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മൊരിച്ച് എടുത്തിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ബീഫ് ഉണ്ടാക്കുകയാണെങ്കിൽ. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് കേട്ടോ. ഏട്ടന് മാത്രമല്ല എല്ലാവർക്കും പൊതുവെ ഇവിടെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി. ഏട്ടന് മുടിയൊക്കെ ഒന്ന് വെട്ടണമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഫ്രൂട്ട് ബീൽ കയറി കേട്ടോ. അപ്പോൾ കുറേ നാളായി ഞാൻ ഡെസേർട്ടൊക്കെ കഴിച്ചിട്ട് ഡയറ്റിലായിരുന്നു. അതുപോലെ തന്നെ ഏട്ടും അങ്ങനൊന്നും കഴിക്കാറില്ല. അപ്പം നമ്മൾ ഫ്രൂട്ട് ബീൽ കയറിയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിച്ചൂട്ടനെ കുറേ സമയം ഇങ്ങനെ എടുത്തിരുന്നപ്പോൾ ആൾക്ക് ദേഷ്യം വന്നപ്പോൾ ടേബിളിൻ്റെ മുകളിൽ കിടത്തി കേട്ടോ. അപ്പോൾ നമ്മളൊരു സാൻഡയാണ് ഓർഡർ ചെയ്തത്. ഞാനും ഏട്ടും കൂടി അത് ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നല്ല കാരമലും അതുപോലെ നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ഒരു സാൻഡേ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിതാ സലൂണിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഏട്ടു എന്താ പറയുക, മുടിയൊക്കെ വെട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബരുവിൻ്റെ എല്ലാം കഴിഞ്ഞു. അപ്പോഴേക്കും നിവിക്കുട്ടനും വന്നു കേട്ടോ. ഹലോ, അപ്പോൾ ഞങ്ങളിതാ പുറത്തൊക്കെ പോയി ഒറ്റപ്പാലം പോയി മുടിയൊക്കെ വെട്ടി നിവിക്കുട്ടനെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ പറയുക, പുറത്ത് ഫുള്ള് യാത്ര ചെയ്തതല്ലോ. അപ്പോൾ തലവേദനിച്ചാലോ എന്ന് വെച്ച് ചായ കുടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ ലൈറ്റ്സ് ഒക്കെ ഇടാൻ വന്നിട്ടുണ്ട്. വീട് ഫുള്ളായിട്ട് ലൈറ്റ് ഇടാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അത് കൊണ്ടെടുത്ത് വെക്കടാ.
ഇല്ല ഇല്ല അങ്ങോട്ട് വരില്ല. ഇല്ല അച്ഛേ, നാളെ. ആ അമ്മതാ ഇവിടെ നല്ല പണിയിലാണ്. രാത്രിക്കുള്ള ഭക്ഷണം ചപ്പാത്തി, ചപ്പാത്തി മുട്ടക്കറി. കുട്ടി അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏട്ടന് ഫേഷ്യലാണ് കേട്ടോ. അപ്പൊ ആക്ച്വലി ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും വരും ഫേഷ്യൽ ചെയ്തു. ഏട്ടു ഹെയർ കട്ട് മാത്രമാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ കാശ് ഒരു 1000-2000 മുടക്കാൻ വയ്യ എന്ന് പറഞ്ഞ് മടി പിടിച്ചിട്ട് തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ ഓക്കെ, ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ ന്യൂഡിൻ്റെ ഒരു ഫേഷ്യൽ കിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഡയമണ്ട് ഗ്ലോ എന്ന് പറയുന്ന ഫേഷ്യൽ കിറ്റ് ആണ്. നമുക്ക് 30 മിനിറ്റ്സ് കൊണ്ട് ചെയ്യാം, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇത് വെച്ചിട്ട് ഒരു ഫേഷ്യൽ ചെയ്ത് തരാന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ചെയ്യാം അല്ലെ, എങ്ങനെയുണ്ടാവും. ഞാൻ പുറത്തുനിന്നാണ് ചെയ്തത് കേട്ടോ, ഞാൻ ചെയ്തു കൊടുക്കുകയാണ്. അപ്പൊ ഞങ്ങൾ തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി ഇത് ഡയമണ്ട് ആണ്, ഞാൻ ചെയ്തത് ഗോൾഡൻ ആണ് കേട്ടോ. അപ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. അത് എത്രത്തോളം ഈ ഒരു ഫേഷ്യൽ കിറ്റ് നമുക്ക് റിസൾട്ട് തരുന്നുണ്ട് നമുക്ക് നോക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് പുറത്തൊന്നും പോയിട്ട് ഫേഷ്യൽ ചെയ്യേണ്ട ആവശ്യമില്ല, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ കിറ്റിൽ നമുക്ക് 6 സ്റ്റെപ്പാണ് വരുന്നത്. ഒന്ന് ക്ലെൻസിങ് ഉണ്ട്, സ്ക്രബ് ഉണ്ട്, അതുപോലെ മസാജ് ക്രീം, പിന്നെ ഫേസ് മാസ്ക്, ഫേസ് സിറം, സൺസ്ക്രീനും. അപ്പോൾ ഈ ഒരു 6 സ്റ്റെപ്പ് ചെയ്താലാണ് നമ്മുടെ ഫേഷ്യൽ കംപ്ലീറ്റ് ആവുക. അപ്പോൾ നമുക്ക് ആദ്യം ക്ലെൻസിങ് ചെയ്യാം, ക്ലെൻസിങ് മിൽക്ക് വെച്ചിട്ട്. അപ്പോൾ ഇതുപോലത്തെ പാക്കറ്റ്സിലാണ് കേട്ടോ വരുന്നത്. ണ്ടോ ഇങ്ങനത്തെ പാക്കറ്റ്സിലാണ് വരുന്നത്. അപ്പൊ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസിങ് മിൽക്കാണ്. ഇത് നമുക്ക് 5 മിനിറ്റ് ക്ലെൻസ് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ക്ലെൻസിങ് മിൽക്ക് വെച്ചിട്ടുള്ള ക്ലെൻസിങ് ആണ്. ആക്ച്വലി ഇത് നമുക്ക് 2 തവണയൊക്കെ യൂസ് ചെയ്യാനായിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു പാക്കറ്റിൽ നമുക്ക് ഫുള്ളായിട്ട് എടുക്കണമെന്നില്ല. അങ്ങനെ 2 കൈ വെച്ചിട്ട് സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഞാനൊരു 2-3 മിനിറ്റ് നന്നായിട്ട് ഈ ക്ലെൻസിങ് മിൽക്ക് വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒരു ടവൽ എന്തെങ്കിലും വെച്ചിട്ട് വെറ്റാക്കിയതിന് ശേഷം തുടച്ചെടുക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തുടച്ചെടുക്കുക. അപ്പം നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് സ്ക്രബാണ്. ആക്ച്വലി ഇത് നെക്കിലും നമുക്ക് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ പുളിയൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് വൃത്തിയിലിരിക്കുക ആയതുകൊണ്ട് ഞാൻ നെക്കിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല, ഫേസിൽ മാത്രമാണ് ചെയ്യുന്നത്. ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും സ്ക്രബ് ചെയ്യേണ്ടത്. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാവും. അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ താഴെ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. കൂടുതൽ പ്രഷർ കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്കിത് വൈപ്പ് ചെയ്തെടുക്കാം. അപ്പം ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 3rd സ്റ്റെപ്പ് മസാജിങ് ക്രീമാണ്. ഇത് നമ്മൾ 10 മിനിറ്റ് ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മസാജിങ് ക്രീം വെച്ചിട്ട് മസാജ് ചെയ്തു. എന്നിട്ട് അത് വൈപ്പ് ചെയ്യാം. നമ്മുടെ 4th സ്റ്റെപ്പ് വന്നിട്ട് ഫേസ് മാസ്ക് ആണ്. ഇത് അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മാസ്ക് ഇട്ടിട്ട് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. അതിനിടയിൽ എടുത്തൊന്ന് ഉറങ്ങി അല്ലേ.
അപ്പോൾ ഇനി നമ്മുടെ 5th സ്റ്റെപ്പ് പറയുന്നത് ഫേസറാണ്. ഇത് നല്ലൊരു എന്താ പറയുക ഗോൾഡൻ കളറിലാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഫേസറും നല്ലൊരു എന്താ പറയുക ഗ്ലിറ്ററി പാർട്ടിക്കിൾസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഫേസറും അപ്ലൈ ചെയ്തിട്ട് കൂടുതലൊന്നും മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്കിന്നിൽ അത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും. അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് വന്നിട്ട് സൺസ്ക്രീൻ ആണ് കേട്ടോ. ഹലോ അപ്പോൾ നമ്മുടെ ഫേഷ്യലൊക്കെ അത് ഏകദേശം കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫേഷ്യൽ ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല പോലെ ബ്രൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്കിന്ന്. അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോവും ഒരു ഫ്രഷ് ലുക്ക് നമ്മുടെ ഫേസിന് കിട്ടുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്കാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.